പടം കൊള്ളാം, നല്ല സിനിമയാണ്. അതായത് എന്താണ്, ഒരു ഒരു കോമഡി എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ പടം നമ്മൾ കുറച്ച് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അതായത് ഒരു നാട്ടിലൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് എന്താ പെണ്ണ് കിട്ടുന്നില്ല, അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് ചുറ്റും എന്താ പറയുക, കല്യാണ പ്രായമൊക്കെ ആയിട്ടും കല്യാണം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആണുങ്ങളും പെൺപിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് കൊള്ളാം. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് പെണ്ണ് എന്താ പറയുക കല്യാണ ആലോചനകളൊക്കെ മുടങ്ങി, പിന്നെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ അദ്ദേഹത്തെ കളിയാക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പടത്തിൽ നല്ല കോമഡി ഉണ്ട്. അതുപോലെ തന്നെ എന്താ നമ്മൾ സീരിയസ് ആയിട്ട് കുറച്ച് ചിന്തിക്കേണ്ട എലമെൻസും ഉണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല പടമാണ്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഫാമിലി പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സംഭവം തന്നെയാണ്. നല്ല പടമാണ്, നല്ലൊരു ചിത്രമായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യത്തെയാണ് പടം ചർച്ച ചെയ്തിരിക്കുന്നത്. ഈ ഏജ്, കല്യാണം കഴിക്കാനൊരു തടസ്സം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഏജ് തടസ്സമാവത്തില്ല, നമുക്ക് സർക്കാർ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അത് തടസ്സമാവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ ചർച്ച ചെയ്യുന്നൊരു പടമാണ് ഈ വയസ്സെത്രയായി എന്ന് പറയുന്നൊരു പടം. പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ട ഷോയ്ക്ക് നല്ല ആളുണ്ടായിരുന്നു. കാര്യം എന്തായാലും ഇത് നമ്മുടെ ആടുജീവിതം ഇന്ന് റിലീസായിരിക്കുകയാണല്ലോ. എന്തായാലും അതിൻ്റെ ഒരു ഒഴുക്കിൽ ഈ പടം പോകാനാ ചാൻസ്. പക്ഷേ നല്ലൊരു പടമാണ്. എനിക്ക് തോന്നുന്നു ഈ ആടുജീവിതത്തിൻ്റെ കൂടെ അല്ല ഈ ചിത്രം ഇറക്കിയിരുന്നെങ്കിൽ ഒരു 30 ദിവസമെങ്കിലും ഓടാൻ പറ്റുന്ന രീതിക്കുള്ളൊരു നല്ല ചിത്രമായിരുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പുള്ളിയുടെ പേരറിയത്തില്ല, നമ്മൾ പല പടങ്ങളിലും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ല രീതിക്ക് പക്ക നാച്ചുറലായിട്ട് തന്നെ പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പടം പുള്ളിയുടെ അഭിനയ ജീവിതത്തിൽ തന്നെ ഒരു മികച്ച ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ കിടക്കുന്നത് കൊണ്ട് എന്തായാലും ഈ പടം ശ്രദ്ധിക്കപ്പെടത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ പടം ഇപ്പോൾ ഇറക്കണ്ടായിരുന്നു, കുറച്ചുകൂടെ കഴിഞ്ഞിറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒത്തിക്കൂടെ ഒരു പബ്ലിസിറ്റി കിട്ടിയേനെ. ഓക്കെ.